ഇന്ത്യയിൽ ലോക്സഭ, സംസ്ഥാന നിയമസഭ, പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി എന്നീ സ്ഥലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റി ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ ഒരു പ്രക്രിയ നടപ്പിലാക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ഈ അടുത്തായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രപ്പോസലിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളെ കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൽക്കം ടു പാത്വേസ് അക്കാദമി. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നിലവിൽ ഇന്ത്യയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 83 ലോക്സഭയുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 83 അനുസരിച്ച് ഇന്ത്യൻ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സെഷൻ തൊട്ട് 5 വർഷമാണ് ലോക്സഭയുടെ സാധാരണഗതിയിലുള്ള കാലാവധി. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളുടെ കേസിൽ ആർട്ടിക്കിൾ 172 അനുസരിച്ച് ഇതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് സംസ്ഥാന നിയമസഭകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും കാലാവധി. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലഘട്ടത്തിലാണ്. ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് 1957 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പും ഒരേ സമയത്താണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ അതിനുശേഷം കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും നിയമസഭകൾ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടപ്പെടേണ്ടി വന്നതുകൊണ്ടാണ് പിന്നീടുള്ള കാലങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സമയത്തും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പല പല കാലഘട്ടങ്ങളിലുമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥ വന്നത്. അതിനുശേഷം 1993 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി എന്നീ 2 സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസും റൂറൽ ലോക്കൽ ബോഡീസും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നിലവിൽ വരുന്നത്. ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന 73-ാമത്തെയും 74-ാമത്തെയും ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്ത് രാജിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കാലാവധി എന്ന് പറയുന്നതും 5 വർഷമാണ്. ഇതും കൂടി വന്നതോടുകൂടി ഇന്ത്യയിൽ 5 വർഷത്തിന്റെ ഒരിക്കൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും 3 തിരഞ്ഞെടുപ്പുകൾ കയറി വരുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2019 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത്. അതിന് 1 വർഷങ്ങൾക്ക് ശേഷം 2020 അവസാനം ആകുമ്പോഴേക്കും കേരളത്തിലെ പഞ്ചായത്ത് രാജിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1 വർഷം കഴിയുമ്പോഴേക്കും 2021 കേരള സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പല കാലഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നത് കാരണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ തിരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റുകൾക്ക് അവർ ജനങ്ങളുടെ മുന്നിൽ പ്രോമിസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഫണ്ട് അലോക്കേഷൻസിനോ ഒന്നും സാധ്യമാവുകയില്ല. രണ്ടാമതായിട്ട് ഈ ഇലക്ഷൻസ് നടക്കുന്ന സമയത്ത് ഇലക്ഷൻസിന് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്ര സേനയുടെയൊക്കെ സഹായം തേടേണ്ടി വരും. അപ്പൊ കേന്ദ്ര സേനയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി, ഇപ്പൊ ആന്റി നെക്സൽ ഓപ്പറേഷൻസ് പോലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യലാണ്. അവിടെ നിന്ന് നമുക്ക് സൈന്യത്തെ പിൻവലിക്കേണ്ടി വരുന്നത് കൊണ്ട് അത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ലോക്സഭക്കാണെങ്കിലും സംസ്ഥാന നിയമസഭകൾക്കാണെങ്കിലും ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിന്റെ ആണെങ്കിലും ഉള്ള ഫിക്സ്ഡ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇപ്പൊ ലോക്സഭയുടെ കേസിൽ 2019 തുടങ്ങിയ ലോക്സഭ 2024 അവസാനിക്കും. ഈ 2024 പുതുതായിട്ട് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്സഭയുടെ കാലാവധി, ഇനി വരാൻ പോകുന്ന ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 2029 വരെ ആയിരിക്കും. അപ്പൊ നമ്മൾ സംസ്ഥാന നിയമസഭ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കേരള നിയമസഭയുടെ കാലാവധി ഇനി 26 വരെ ഉണ്ട്. 26 കേരള സംസ്ഥാന നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി 2031 വരെ ആയിരിക്കും അവരുടെ കാലാവധി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഈ ഇലക്ഷൻസ് ഒരുമിച്ച് നടക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഹൈ പവേർഡ് കമ്മിറ്റി ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭയുടെ കാലാവധി 2029 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് അവസാനിക്കും. അതിനുശേഷം വരുന്ന, അതായത് 2024 ശേഷം വരുന്ന സംസ്ഥാന നിയമസഭാ ഇലക്ഷൻസിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭകളുടെ കാലാവധി ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കുന്ന തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ലോക്സഭയുടെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 83, സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 172 എന്നീ 2 ആർട്ടിക്കിളുകളും ഇതിനു വേണ്ടി അമെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അമെൻഡ് ചെയ്യുന്നതിലൂടെ
ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ഒരേ സമയം അവസാനിക്കുന്ന ഒരവസ്ഥ വരും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചോദ്യം, ഇപ്പോൾ സപ്പോസ് ഇത്തരത്തിൽ ഒരു പ്രാവശ്യം ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പിലാക്കിയാലും ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ 2029 ഒരുമിച്ച് ഇലക്ഷൻ നടന്നു, അതിനുശേഷം ഇപ്പോൾ ലോക്സഭയോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയോ നേരത്തെ പിരിച്ചുവിടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം നേരത്തെ പിരിച്ചുവിടേണ്ടി വന്നു കഴിഞ്ഞാൽ പുതിയ ഇലക്ഷൻ നടത്തേണ്ടി വരും. ആ പുതിയ ഇലക്ഷനിലൂടെ വരുന്ന ബോഡിക്ക് 5 വർഷം ഫ്രഷ് ആയിട്ടുള്ള ടൈം പീരീഡ് കിട്ടും. അപ്പോൾ വീണ്ടും ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എങ്ങനെ നടപ്പിലാക്കും, അടുത്ത പ്രാവശ്യം നടപ്പിലാക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റെക്കമെൻഡേഷനകത്ത് പറയുന്ന പ്രപ്പോസൽ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ലോക്സഭയോ സംസ്ഥാന നിയമസഭകളോ പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഇന്ററിം ഇലക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത്. സോ ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭയാണെങ്കിലും സംസ്ഥാന നിയമസഭയാണെങ്കിലും അവരുടെ കാലാവധി ഈ പിരിച്ചുവിടപ്പെട്ടിട്ടുള്ള സഭയുടെ റിമൈനിങ് ടെന്യൂർ അല്ലെങ്കിൽ അവരുടെ ബാക്കി വരുന്ന കാലാവധി എത്രയാണോ അത്ര മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 2024 നിലവിൽ വരുന്ന ലോക്സഭ ഒരു 2026 പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരു ലോക്സഭ ഇലക്ഷൻ നടക്കും. ആ ലോക്സഭയുടെ കാലാവധി 29 വരെ മാത്രമായിരിക്കും. അതായത് ഈ പിരിച്ചുവിടപ്പെട്ട ലോക്സഭയുടെ ബാക്കി കാലാവധി മാത്രമായിരിക്കും. സോ ഇത്തരത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഭരണഘടനക്കകത്തുള്ള ഇപ്പോഴുള്ള ഈ പ്രൊവിഷൻസിന്റെ പ്രശ്നത്തിന് ഇത്തരത്തിലുള്ള അമെൻമെന്റുകളിലൂടെ മറികടക്കാം എന്നാണ് ഈ കമ്മിറ്റി റെക്കമെൻഡേഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള കാര്യം പ്രാക്ടിക്കലി ഗ്രൗണ്ടിൽ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ കമ്മിറ്റി പറയുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഈ ഇലക്ഷൻ 2 തവണകളായിട്ട് അല്ലെങ്കിൽ 2 ഘട്ടങ്ങളായിട്ട് നടത്തണം എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ സംസ്ഥാന നിയമസഭകളിലേക്കും ഇന്ത്യൻ പാർലമെന്റിലേക്കും അല്ലെങ്കിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തും. ആ തെരഞ്ഞെടുപ്പ് നടത്തി 100 ദിവസങ്ങൾക്കകത്ത് ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു 2ാം ഘട്ടമായിട്ട് നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനക്കകത്ത് കാര്യമായിട്ടുള്ള അമെൻമെന്റുകളുടെ ആവശ്യമുണ്ട്. സോ അപ്പോൾ അതിൽ തന്നെ ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസിനെ കോൺസ്റ്റിറ്റ്യൂഷണലി അമെൻഡ് ചെയ്യണമെങ്കിൽ ഈ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് സംസ്ഥാനങ്ങളുടെ അനുമതി അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. അതായത് ഇന്ത്യൻ പാർലമെന്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്താലും അറ്റ്ലീസ്റ്റ് 50% സംസ്ഥാനങ്ങളെങ്കിലും ഈ റാറ്റിഫിക്കേഷനെ റെക്കഗ്നൈസ് ചെയ്യണം അല്ലെങ്കിൽ റാറ്റിഫൈ ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം വരുന്ന സംസ്ഥാന നിയമസഭകളുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് ലോക്സഭയുടെ കാലാവധി തീരുന്ന അതേ സമയം വരെ എന്ന് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഈ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള സംഗതി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അല്ല. ഇതിനു മുമ്പ് 2018 ഇന്ത്യൻ ലോ കമ്മീഷനും ഇതിന് സമാനമായിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു ഓൾ.